യേശുവിൻ്റെ രക്തം കണ്ടെത്തിയിട്ടുണ്ടോ? ഇതാണ് അമേരിക്കൻ പുരാവസ്തു ഗവേഷകനായ റോൺ വൈറ്റ് 1982 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ അവകാശവാദം. യെസ്, ദേ ഹാവ് ഫൗണ്ട് ഇറ്റ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായി വിശ്വസിക്കുന്ന ഗോൽഗോഥ അഥവാ സ്കൾ ഹിൽ എന്ന സ്ഥലത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള പുരാവസ്തു ഗവേഷകരും പരിശോധന നടത്തി. ആ പരിശോധനയിൽ അദ്ദേഹത്തിന് ഒരു ആർക്ക് ഓഫ് കവനന്റ് ലഭിക്കുകയുണ്ടായി, അഥവാ ഒരു പെട്ടകം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ആ പെട്ടകത്തിൽ സൂക്ഷ്മമായി അദ്ദേഹം പരിശോധിച്ചപ്പോൾ ഡ്രൈ ബ്ലഡ് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഈ ഡ്രൈ ബ്ലഡ് അദ്ദേഹം വേഗത്തിൽ ലാബിൽ പരിശോധനയ്ക്കായി അയച്ചു. എന്നാൽ ഈ ലാബ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു, കൂടെ അദ്ദേഹവും അത്ഭുതപ്പെടുകയുണ്ടായി. കാരണം വേറൊന്നുമല്ല, ആ രക്തം പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിൽ 24 ക്രോമസോണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 23 ക്രോമസോൺ അമ്മയിൽ നിന്നും 1 ക്രോമസോൺ പിതാവിൽ നിന്ന്. സാധാരണ മനുഷ്യർക്ക് 46 ക്രോമസോണുകളാണ് ഉള്ളത്. ഇത് പ്രകാരം യേശുവിനെ മനുഷ്യമാതാവും ദൈവപിതാവുമാണെന്ന വിശ്വാസത്തെ ശാസ്ത്രീയമായി പിന്തുണയ്ക്കുന്നതാണെന്നാണ് വൈറ്റ് കണക്കാക്കിയത്. വീഡിയോയുടെ പ്രശസ്തമായ ഭാഗങ്ങളിലേക്ക് ഒന്ന് നോക്കാം. Checked it out. I said, now the one technician called the other one over there, and then they called the boss over there, and they were talking Hebrew a mile a minute there for a little bit, and they looked at me and they said, Mr. Wyatt, this human blood only has 24 chromosomes in it. Everybody else has 46. You see, 23 from your mother, 23 from your father, 22 autosomes from your mother, 22 autosomes from your father. You get an X from your mother, you may get an X or a Y from your father, all right? This blood had 23 chromosomes from the mother's side, 1 Y chromosome only. You see, the child could not have developed if they hadn't had the autosomes from the mother. So all of his physical characteristics were determined by his mother's side of the family, her autosomes. His maleness was determined by this 1 Y that came from a source, not a human male. Then they said, this blood is alive. And then they said, whose blood is this? I said, it's the blood of your Messiah. പല വിശ്വാസികളുടെയും ദൃഢവിശ്വാസമാകുകയും അതിൽ ഗൗരവമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ലോകം. എന്നാൽ അതേസമയം പല ശാസ്ത്രലോകവും ബൈബിൾ പണ്ഡിതരും ഇത് ശാസ്ത്രീയമായി തെളിവില്ലാത്തതും ആധികാരികമല്ലാത്തതുമാണെന്ന് പറഞ്ഞ് നിരസിക്കുന്നു. റോൺ വൈറ്റ് നേടിയ ലാബോറട്ടറി റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും പ്രിയ സഹോദരങ്ങളെ, നാം കേട്ടത് ഒരു ഗവേഷകന്റെ കഥ മാത്രമല്ല, അത് ദൈവം നമ്മോട് പറയുന്ന ആധികാരികമായിട്ടുള്ള വിളിയാണ്. യേശുവിൻ്റെ രക്തം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജീവിച്ചിരിക്കുന്നെന്ന അവകാശവാദം നാം കേൾക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്: ഞാൻ എവിടെയാണ്? ആ രക്തം എനിക്ക് വേണ്ടിയല്ലയോ ചൊരിയപ്പെട്ടത്? എനിക്കതിൻ്റെ മൂല്യം മനസ്സിലായിട്ടുണ്ടോ? അതേ സഹോദര സഹോദരി, നിനക്കായി യേശു ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവൻ്റെ അവസാന തുള്ളി രക്തം വരെയും അവൻ നിനക്കായി ഊറ്റി. എന്തിനു വേണ്ടിയ സഹോദര സഹോദരി? നിങ്ങൾ പാപികളായിരുന്നു, എല്ലാ മനുഷ്യരും പാപികളായിരുന്നു. എന്നാൽ പാപത്തിൽ ജനിച്ച ആദാമ്യ വർഗം മുഴുവൻ പാപത്തിൽ വീണുപോയപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ക്രൂശ് മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആർക്ക് വേണ്ടിയാ? അവൻ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഭൂമിക്കും ആകാശത്തിനും മധ്യ തൂങ്ങി അവൻ്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി. എന്തിനു വേണ്ടി സഹോദര? നമ്മെ രക്ഷിക്കുവാൻ, നാം ചെയ്ത പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു തൻ്റെ അവസാന തുള്ളി വരെ രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി. ഇതാണ് യഥാർത്ഥ സമയം.
1 യോഹന്നാൻ 1:7 പ്രകാരം പറയുന്നു, അവൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. സഹോദര സഹോദരി, നിങ്ങൾ യേശുവിനായി ഹൃദയം തുറന്നു കൊടുക്കൂ. യേശു നിങ്ങളെ വിളിക്കുന്നു. ഇതാ, ദൈവം നിങ്ങൾക്കായി തയ്യാറാക്കിയ രക്ഷയുടെ ദിനമാണ് ഇന്ന്. നാളെ നിനക്കുള്ളതാണോ എന്ന് പോലും നിങ്ങൾക്കറിയത്തില്ല. ഇന്ന് അവനിൽ തിരികെ വരൂ. പാപം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ രക്തത്തിൽ കഴുകപ്പെടൂ. അവൻ നിങ്ങളെ വിളിക്കുന്നു. ജീസസ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. മേ ഗോഡ് ബ്ലെസ് യു.